ഇവിടെ വന്നിട്ട് ഞാൻ കാണാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇത് പേൾ ഖത്തറിലാണ് കേട്ടോ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പേൾ ഖത്തറിനെ പറ്റി സംസാരിച്ചിരുന്നു. പേൾ ഖത്തർ എന്നും പേൾ ഐലൻഡ് എന്നും പറയട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാൻ മെയ്ഡ് ഐലൻഡ് നോൺ ഫോർ ഇറ്റ്സ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ്, യാട്ട്സ് ആൻഡ് അമേസിംഗ് റെസ്റ്റോറൻറ്റ്സ്. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഖനാത്ത് ഖാർട്ടർ. ഖത്തറിന്റെ ഒരു മിനി വെനസ് എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ചുറ്റും കളർഫുൾ ബിൽഡിംഗ്സ്, കനാൽ, ക്യൂട്ട് കഫേ, കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസ് എവറിവെയർ. ശരിക്കും വെനീസിൽ പോയൊരു ഫീല് കിട്ടി. താഴെക്കൂടി ബോട്ടൊക്കെ പോകുമ്പോഴേക്കും മുകളിൽ കൂടി ഖത്തർ എയർവേസിന്റെ കുറെ എയർക്രാഫ്റ്റ്സ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഈ പേര് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം നോക്കി. ആൻഡ് ഖനാത്ത് എന്ന് പറയുന്നത് ഒരു അറേബിക് പ്ലസ് പേർഷ്യൻ വേർഡ് ആണ്, വിച്ച് മീൻസ് ആൻ അണ്ടർഗ്രൗണ്ട് വാട്ടർ ചാനൽ. പിന്നെ കാർട്ടർ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡ് ആണ്, അതിന്റെ അർത്ഥം ഡിസ്ട്രിക്ട് ഓർ നെയ്ബർഹുഡ്. അപ്പൊ ഖനാത്ത് കാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ കനാൽ ഡിസ്ട്രിക്ട് എന്ന്, അല്ലെങ്കിൽ കനാൽ നെയ്ബർഹുഡ്. താഴെ കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ ബോട്ടിൽ കയറാനായിട്ടുള്ള ആൾക്കാരുടെ ക്യൂ ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം കലാപരിപാടിയിലേക്ക് കടന്നു ഗൈസ്. ഫെറോ റോഷന്റെ വോഫിൾസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും ഷെയർ ചെയ്ത് കഴിക്കേണ്ടിയിരുന്നത് ഞാനാണെന്ന് തോന്നുന്നു കൂടുതൽ കഴിച്ചത്. അങ്ങനെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ദേ സന്ധ്യയായി. അപ്പം നമ്മൾ കഴിക്കാതിരുന്നപ്പോഴേക്കും റൈഡ് പോയവരൊക്കെ ദേ ബോട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വേറെ ആൾക്കാർ കയറുന്നുണ്ട്. കുറച്ചു നേരം അവിടെ കാഴ്ചയൊക്കെ കണ്ടുന്നിട്ട് നമ്മൾ പിന്നെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.